നമ്മളെല്ലാവരും ചായ കുടിക്കുന്നവരാണ്. എന്താണ് കഫീൻ? കഫീനിൽ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻസ്? നിങ്ങൾ കുടിക്കുന്ന രീതി തെറ്റായിരിക്കും. ഒരു കോഫിയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. നമ്മൾ ഈ കോഫിയുടെ കൂടെ പാല് മിക്സ് ചെയ്യും. അതിനെ ഒരു കോഫി പായസമാക്കി മാറ്റും. നിങ്ങൾ കഴിക്കുന്ന കോഫി ശരിക്കും കോഫി തന്നെയാണോ എന്നുള്ളത് നമുക്കറിയില്ല. കോഫി ഈസ് എൻ എക്സലന്റ് ഫോക്കസ് ഇൻഡ്യൂസിങ് ഡ്രഗ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ചായ കുടിക്കുന്നവരാണ്. ചായ കുടിക്കാറുണ്ട്, കോഫി കുടിക്കാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ ചായയാണ് അല്ലേ പ്രിഫറൻസ്. റോട്ടിൽ എത്രമാത്രം ചായ ഷോപ്സ് ഉണ്ട്, ചായക്കടകൾ. പക്ഷെ കോഫി ഷോപ്പ് ഇപ്പോൾ ഒരുതരം പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കോഫി ഷോപ്സ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കോഫി കുടിക്കുന്നതും ചായ കുടിക്കുന്നതും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കിയാൽ ചായയിലും ഉള്ള സാധനം കഫീനും തിയോഫിലിനുമാണ്. കോഫിയിലുള്ളതും അത് തന്നെയാണ്, കഫീൻ. എന്താണ് കഫീൻ? കഫീനിൽ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സ്ഥിരം കോഫി കുടിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുടിക്കുന്ന രീതി തെറ്റായിരിക്കും. അപ്പോൾ അതറിയണമെങ്കിൽ ഫുൾ വീഡിയോ കാണുക. കോഫി ഒരു ബില്യൺ ഡോളർ ട്രേഡാണ്. ഒരു $90 ബില്യൺ ട്രേഡാണ് കോഫി. ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി എങ്ങനെ നമ്മുടെ ലോകത്തിൽ പ്രാക്ടിക്കലായി എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. കോഫിയുടെ ഒരു പരിഷ്കാരം തുടങ്ങുന്നത് എത്യോപ്യയിലാണ്. ഏകദേശം ഒരു 1500 കൊല്ലങ്ങൾക്ക് മുന്നേ ഒരു ആട് മേയ്ക്കാൻ വിട്ട ഒരാൾ കോഫിയുടെ സീഡ് കഴിക്കുന്നതിന് ശേഷം ആടുകളൊക്കെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് അയാൾക്ക് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യന്മാർ കോഫീനെ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത്. കോഫിയുടെ ഡിസ്കവറിക്ക് ശേഷം പലതരം കോഫി ഷോപ്സ് തുടങ്ങി. അങ്ങനെ 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 ഇത് പരിഷ്കരിച്ച് ലോകം എല്ലാ സ്ഥലങ്ങളിലും കോഫി വന്നു തുടങ്ങി. മനുഷ്യൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു 15ാം നൂറ്റാണ്ട്, അതായത് 1500 AD, ആ സമയകാലത്താണ് കോഫി വളരെ റാമ്പൻ്റ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആയി വന്നത്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന മതത്തിലാണ്. പരിപൂർണമായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മതപരമായിട്ടുള്ള സംഘടനകളാണ്. അല്ലാതെ രാജ്യമോ രാജാവോ അല്ല ഡെമോക്രസിയോ അങ്ങനെയൊന്നുമല്ല, റിപ്പബ്ലിക്കൊന്നുമല്ല. മനുഷ്യൻ സയൻറ്റിഫിക്കലി ചിന്തിക്കാൻ തുടങ്ങിയതും ആ കാലഘട്ടത്താണ്. ഒരു കോഫിയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് എന്നാണ് ആ കാലഘട്ടത്തെ ആൾക്കാർ പറയുന്നത്. അതിനെ നമ്മൾ എൻലൈറ്റ്മെൻറ്റ് എറ എന്ന് പറയും. അതായത് മനുഷ്യൻ കോഫി കുടിച്ചിരുന്ന കാലഘട്ടത്തിലാണ് മനുഷ്യൻ സയൻസിനെ കുറിച്ചിട്ടും റാഷണലിസത്തെക്കുറിച്ചും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ട് മതത്തിനെതിരെ പോരാടാൻ തുടങ്ങിയത്. അപ്പോൾ മതത്തിനെതിരെ പോരാടിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ കോഫി കുടിച്ചിരുന്നവരാണ് എന്നാണ് ഹിസ്റ്ററി ബുക്സൊക്കെ പറയുന്നത്. സോ ബേസിക്കലി കോഫി നിങ്ങളുടെ ഫോക്കസ്, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ എല്ലാം തന്നെ കൂട്ടും. അപ്പോൾ ഈ കോഫി എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നോക്കിയാൽ, ഈ കോഫിയിൽ കഫീൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. മുന്നേ പറഞ്ഞ പോലെ ഈ കഫീൻ നമ്മുടെ ദേഹത്തിൽ ഒരു ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നു. അതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ദേഹത്തിൽ അഡെനോസിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, അതായത് ഞരമ്പുകളുടെ സിഗ്നൽ മോളിക്യൂൾ. അപ്പോൾ ഓരോ ഞരമ്പുകൾക്കും അഡെനോസിൻ്റെ ഒരു റിസപ്റ്റർ ഉണ്ട്. ഈ അഡെനോസിൻ പോയിട്ട് ഈ റിസപ്റ്ററിൽ പോയി ഒട്ടിപ്പിടിക്കുമ്പോഴാണ് ഞരമ്പുകൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ദേഹം എന്തോ ഒരു സിഗ്നൽ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞരമ്പുകളുടെ പ്രവർത്തനം തുടങ്ങും. അപ്പോൾ ഈ അഡെനോസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ശാന്തനാക്കുക എന്നുള്ളതാണ്, ഉറക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ്, അറ്റൻഷനെ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ കോഫി എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിൽ കാഫീൻ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഈ കാഫീൻ്റെയും അഡെനോസിൻ്റെയും ഷേപ്പും സ്ട്രക്ചറും ഏകദേശം സിമിലറാണ്. അപ്പോൾ ഈ അഡെനോസിന് പകരം ഈ കാഫീൻ പോയിട്ടാണ് അഡെനോസിന് പകരമായിട്ട് ഈ നെർവിൻ്റെ മുകളിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അഡെനോസിൻ്റെ പ്രവർത്തനം ഇല്ലാതെയാവും. അതുകൊണ്ട് നെർവ് ഭയങ്കര ആക്റ്റീവ് ആവും. അഡെനോസിൻ വന്ന് ഒട്ടിപ്പിടിക്കണമെങ്കിൽ നെർവ് ഭയങ്കര ഡള്ളാവേണ്ടതാണ്. പക്ഷേ കാഫീൻ പോയി ഒട്ടിപ്പിടിക്കുമ്പോൾ നെർവ്സ് ഭയങ്കര ആക്റ്റീവ് ആവും, ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടും, ഭയങ്കര ഫോക്കസ് കിട്ടും. അങ്ങനെയാണ് കഫീൻ പ്രവർത്തിച്ചു തുടങ്ങുന്നത് നമ്മുടെ ദേഹത്തിൽ. കാലക്രമേണ നമ്മുടെ ഞരമ്പുകൾക്ക് എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഓട്ടോമാറ്റിക്കലി അഡെനോസിൻ റിസപ്റ്ററുകളുടെ എണ്ണം കൂട്ടുന്നു. ബിക്കോസ് അഡെനോസിൻ വേണ്ടത്ര അഡെനോസിൻ കിട്ടുന്നില്ല. അങ്ങനെ എണ്ണം കൂട്ടുന്തോറും നമുക്ക് മനസ്സിലാവും നമ്മൾ കൂടുതൽ കോഫി കുടിക്കേണ്ടി വരുന്നു. ആദ്യം ഒരു കപ്പ് കോഫി കുടിക്കുമ്പോൾ നല്ല അലേർട്ടായിരുന്ന വ്യക്തി ദിവസം ഒരു കപ്പ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോരാന്ന് തോന്നി പിന്നെ 2 കപ്പാവുന്നു, പിന്നെ 3 കപ്പ്. അപ്പോൾ ഒരുതരം അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. പിന്നെ അതിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ദിവസം കഴിക്കുന്ന കോഫിയുടെ എണ്ണത്തിൽ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് കിട്ടായ്മ വരുന്നതുകൊണ്ട് നമ്മൾ കോഫിയുടെ എണ്ണം കൂട്ടേണ്ടി വരുന്ന എഫക്റ്റ്, അതിനെയാണ് നമ്മൾ ടോളറൻസ് പറയുന്നത്. അപ്പോൾ കാഫീനിന് ഭയങ്കരമായിട്ടുള്ള ടോളറൻസ് ഉണ്ട്.
അപ്പോൾ ഈ ടോളറൻസിനെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോർണിംഗ് മാത്രം കോഫി കുടിക്കുക. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം കോഫി കുടിക്കാതിരിക്കുക. അപ്പോൾ 24 അവേഴ്സിൽ ഒരു നേരം മാത്രം കോഫി കുടിക്കുമ്പോൾ അടുത്ത ദിവസം ഈ അഡിനോസിൻ റിസപ്റ്റേഴ്സ് ഒക്കെ നോർമലായി വരുന്നു. പിന്നെ കാഫീൻ തിരിച്ചു പോയിട്ട് അതിൽ അഡിനോസിൻ റിസപ്റ്റർ പോയി ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെയും നമുക്ക് അലേർട്ട്നെസ് കിട്ടും. അപ്പോൾ ഇതാണ് ബയോ മെക്കാനിക്കൽ ഓർ സയൻറ്റിഫിക് പാത്വേ കാഫീൻ്റെ. അപ്പോൾ ഈ കോഫി നമുക്ക് കുടിക്കുന്നതുകൊണ്ട് വേറെ എന്തൊക്കെയാണ് ഗുണങ്ങൾ? കോഫി നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നു. അതായത് നമ്മുടെ ബോഡി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ദേഹമായി മാറുന്നു. ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കുന്നു. ഡയബറ്റിസ് ചാൻസസ് കുറയ്ക്കുന്നു. ഷുഗർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതകൾ കുറയ്ക്കുന്നു. സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു. പക്ഷേ അമിതമായിട്ടുള്ള ഡോസസിൽ എടുത്തു കഴിഞ്ഞാൽ BP വരും. അമിതമായിട്ടുള്ള ഡോസിൽ എടുത്ത വയറിളക്കം വരാം. വളരെ ഹൈ ഡോസസിലാണ് നമ്മൾ കോഫി എടുക്കുന്നതെങ്കിൽ നമുക്ക് ആൻസൈറ്റി ഡിസോർഡേഴ്സും ഉറക്കക്കുറവും വരാം. അപ്പോൾ ഏതാണ് കറക്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു കപ്പ് ഓഫ് കോഫി. അപ്പോൾ ഇത് കാണുന്നവർ ഒരുപാട് പേര് കാണുന്നുണ്ടോ? ഒരു കപ്പ് കോഫിക്ക് നമ്മൾ ദിവസം കഴിക്കുന്നില്ല, അപ്പോൾ നമ്മുടെ ദേഹമൊക്കെ അടിപൊളി അല്ല. നിങ്ങൾ കഴിക്കുന്ന കോഫി ശരിക്കും കോഫി തന്നെയാണോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. കോഫി ബീൻസ് ആയിട്ടാണ് നമ്മൾ കിട്ടുന്നത്. ഈ കോഫി ബീൻസിനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കോഫി ആക്ടിവേറ്റഡ് ആവും. ഈ കാഫീൻ മുഴുവൻ അതിൽ നിന്ന് പുറത്ത് വരും. ഈ കാഫീൻ 7 ദിവസം കൊണ്ട് ഇല്ലാതെയാവും. അപ്പം നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന കോഫി പൗഡറുകളെല്ലാം തന്നെ കാഫീൻ്റെ അംശം വളരെ കുറവുള്ളതാണ്. ശരിക്കുമായിട്ടുള്ള കോഫി പൗഡർ നമ്മൾ തന്നെ കോഫി ബീൻസിനെ നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മളതിനെ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വേറെ തന്നെയാണ്. അതൊരു പ്രോപ്പർ സൈക്കോ ആക്റ്റീവ് ഡ്രഗ് പോലെയാണ് പ്രവർത്തിക്കുക. ലോകത്ത് എവിടെയും സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അവൈലബിൾ ആണ്. MDMA, കൊക്കെയിൻ, ഡ്രഗ്സ്, ആൽക്കഹോൾ, LSD, സിഗരറ്റ്, ടൊബാക്കോ, കഞ്ചാവ്, മരിജുവാന. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സിൽ ദേഹത്തിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള, ഏറ്റവും സേഫ് ആയിട്ടുള്ള, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എഫക്ട്സ് തരുന്ന ഒരു പ്രോഡക്റ്റാണ് കഫീൻ അഥവാ കോഫി. അപ്പോൾ ഈ കോഫി റോസ്റ്റഡ് ആയിട്ടുള്ള ഈ കോഫി നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി റോസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിന് ധാരാളം യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. എങ്ങനെ ഒരു കോഫി ബീനിനെ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്ത് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് പൊടിച്ച് നമ്മൾ കോഫിയായിട്ട് ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ശരിക്കുള്ള കോഫിയുടെ എഫക്റ്റ് കിട്ടുള്ളൂ. ഇതിനൊക്കെ മേലെ ഇനിയിപ്പോൾ പോട്ടെ, നമുക്ക് കിട്ടുന്ന കോഫിയിൽ ഒരു 10-20% മാത്രമേ കഫീനുള്ളൂ. എന്നാലും സാരമില്ല, നമ്മൾ ഈ കോഫിയുടെ കൂടെ പാല് മിക്സ് ചെയ്യും. അതിനെ ഒരു കോഫി പായസമാക്കി മാറ്റും. പിന്നെ നമ്മളതിൽ കുറേ പഞ്ചസാര ഒഴിക്കും. അതോടെ തീർന്നു. പഞ്ചസാര നേരെ ഓപ്പോസിറ്റ് എഫക്ട്സ് ആണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഉറക്കം വരിക, ക്ഷീണം ഉണ്ടാക്കുക, ഫാറ്റ് ഡെപ്പോസിഷൻ കൂട്ടുക, ഷുഗർ ഉണ്ടാക്കുക. ഇതെല്ലാം പഞ്ചസാരയുടെ എഫക്റ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോഫിയുടെ കൂടെ ഒരു ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണേ അതിൻ്റെ എഫക്റ്റ് മുഴുവൻ ഇല്ലാതാവും. സോ ബേസിക്കലി നിങ്ങൾക്ക് കോഫിയുടെ ഒരു എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് കോഫി കഴിക്കണം. വിത്തൗട്ട് ഷുഗർ, ഏർലി ഇൻ ദ മോർണിംഗ്, സ്ട്രോങ് ആയിരിക്കും വേണം. എസ്പ്രസോ അല്ലെങ്കിൽ അമേരിക്കാനോ പോലെയുള്ള കോഫി ബീൻസ് പൊടിച്ച കോഫി വേണം നിങ്ങൾ കുടിക്കാൻ. അങ്ങനെ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എഫക്റ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അത് വളരെ വളരെ നിങ്ങളുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യും, നിങ്ങളുടെ വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും. ഒരു 300-400 കൊല്ലങ്ങൾക്ക് മുന്നേ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് കോഫി ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സംഭവം അമേരിക്കൻ ഇൻഡസ്ട്രിയലിസ്റ്റൊക്കെ തുടങ്ങി. ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് വർക്കേഴ്സിന് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതല്ല. ഇതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ട് കോഫി കുടിപ്പിക്കുക എന്നുള്ളതാണ്. കോഫി കുടിക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും. അതുകൊണ്ട് വർക്കേഴ്സ് കുറച്ചും കൂടി നന്നായി പണിയെടുക്കും. അതുകൊണ്ട് കമ്പനിക്ക് ലാഭം ഉണ്ടാവും എന്നുള്ളതാണ്. സോ ബേസിക്കലി കോഫി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കോഫി ഈസ് എൻ എക്സലൻറ്റ് ഫോക്കസ് ഇൻഡ്യൂസിങ് ഡ്രഗ്. അടിപൊളിയായിട്ട് നമുക്ക് ലീഗലി അവൈലബിൾ ആവുന്ന ഒരു സാധനമാണ്. അമിതമായി കുടിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഒരു കപ്പ് ഓഫ് കോഫി, ബ്ലാക്ക് കോഫി പെർ ഡേ ഇസ് ദ ബെസ്റ്റ് തിങ് വിച്ച് യു കെൻ എവർ ഹാവ്. ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രേസാണ്. സോ ഞാൻ കോഫി കുടിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ അടുത്താണ്. വളരെ എഫക്റ്റീവാണെന്ന് എനിക്ക് സ്വയം മനസ്സിലായി തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ദിവസം ഒരു കപ്പ് ഓഫ് കോഫി ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തി. അതിൻ്റെ മാറ്റങ്ങൾ ഞാൻ കണ്ടു തുടങ്ങുകയും ചെയ്തു. തടി കുറയുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ മെറ്റബോളിസം റേറ്റ് കൂട്ടി വരും കോഫി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ കാണാം.